സുഹൃത്തുക്കളെ, നമ്മുടെ സമന്വയ എന്ന പേരിനൊപ്പം ആഘോഷിക്കപ്പെടേണ്ട വേറൊരു പേരാണ് അഭിലാഷ് സാറിൻ്റേത്. സമന്വയയുടെ തുടക്കകാലം തൊട്ട് ഈ നിമിഷം വരെ നമ്മളൊപ്പം നിൽക്കുന്ന അഭിലാഷ് സാറല്ലാതെ നമ്മുടെ സമന്വയയുടെ ഒരു ആഘോഷം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി അഭിലാഷ് സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായ സർവീസ് രംഗത്ത് ഞങ്ങളുടെയെല്ലാം ഗുരുനാഥനും പ്രിയ സുഹൃത്തുമായ സേനൻ സാർ, അതോടൊപ്പം പ്രിയ സുഹൃത്തുക്കളായ ഗുരുനാഥന്മാരായ ഞങ്ങളുടെ മുൻഗാമികൾ, എല്ലാവർക്കും നമസ്കാരം. വർണ്ണോജ്വലമായ അരങ്ങിൽ നിന്ന് തുടങ്ങി ഒരുമയുടെ മാറ്റൊലി തീർത്ത ആരവത്തിലൂടെ കണ്ണുകൾക്കും കാതുകൾക്കും ഇമ്പം നൽകിക്കൊണ്ട് സമന്വയയുടെ 3-ാം വാർഷികം ഇമ്പം 2024 നമുക്ക് മുന്നിൽ ഉണർന്നിരിക്കുകയാണ്. ഇത് അണിയിച്ചൊരുക്കിയ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ. വരും വർഷങ്ങളിലും വിപുലമായ പരിപാടികളോടെ പ്രിയ സുഹൃത്ത് രാജേഷ് സൂചിപ്പിച്ച പോലെ ഈണത്തോടെയും ഉല്ലാസത്തോടെയും ഇനിയും ഈ കൂട്ടായ്മ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ നമ്മളുടെ ഒരു സ്മരണിക ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മൾ ഇന്നലെ വരെ വർക്ക് ചെയ്ത് വിരമിച്ച് പോയ കുറേ ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്തുള്ള ഒരുപാട് പേര് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രതിനിധിയായി 2 വാക്ക് സംസാരിക്കാൻ ശ്രീ സേനൻ സാറിനെ ക്ഷണിച്ചോളൂ. വേദിയിൽ ഇരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമന്വയ എന്ന ഈ പ്രസ്ഥാനം 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് അറിയുന്നത്. എന്തായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ബുദ്ധി, ആ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ആ നടപടിക്രമങ്ങളും വളരെ ഇമ്പമേറിയതാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സർവീസ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ അതിഭയങ്കരമാണ്. ഈ ചെറുപ്പകാലത്തിൽ നമ്മൾ ജോലി കിട്ടി, അതിനുശേഷം നമ്മൾ വിവാഹ ജീവിതത്തിൽ കയറി, കുട്ടികളൊക്കെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മൾ സർവീസിലെ കാര്യങ്ങളാണ് മൊത്തം ശ്രദ്ധിക്കുന്നത്. അത് കാരണം ഒരുപാട് ടെൻഷനോട് കൂടിയാണ് നമ്മൾ ഈ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2010 ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്താണ് ഈ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തവർ അതോടുകൂടി വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ആരും നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഒരു കല്യാണത്തിനോ മറ്റോ കണ്ടാലായി. അപ്പോൾ അന്നൊരു ബുദ്ധി ഉരുത്തിരിഞ്ഞാണ്
കൂട്ടായ്മ എന്ന റിട്ടയർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്നും പറഞ്ഞ് ഒരു സംഘടന രൂപീകരിച്ചു. അതിന് പിന്നെ ക്ലാസ്സോ ക്രീഡോ കാസ്റ്റോ പൊളിറ്റിക്സോ ഒന്നുമില്ലാത്തവരെണ്ണമാണ്. അത് 2010 രൂപീകരിച്ചത്. അതിൻ്റെ 14ാം വാർഷികം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണാം. പക്ഷെ ഇന്ന് നമ്മൾ ഈ റിട്ടയറായ 10, 15 വർഷം 20 വർഷം 25 വർഷമായ ആളുകൾ എന്തേലും ഒരു സാഹചര്യത്തിൽ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു സദസ്സിലെത്തിയാൽ നമ്മുടെ പിൻഗാമികളായിട്ടുള്ള ആരാണ്, എവിടെയാണ്, എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സമന്വയയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെ കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വളരെ ശ്ലാഘനീയമായ ഒരഭിപ്രായമാണ്, വളരെ നല്ല കാര്യവുമാണ്. അപ്പോൾ ആ പരിപാടിക്ക് ഇനി മേലിലും എനിക്ക് സമയം വളരെ കുറച്ചേ തന്നുള്ളൂ, ഒരുപാട് പേര് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, സമന്വയയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നികുതി വകുപ്പെന്ന് പറഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരിൽ മാത്രമായി അത് ഒതുങ്ങുന്നില്ല എന്നുള്ളൊരു വസ്തുതയും ആ തിരിച്ചറിവിൻ്റെ പുറത്താണ് കൂടെ ജോലി ചെയ്യുന്നവർ കൂടാതെ തന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായി, അവിഭാജ്യ ഭാഗമായി നമ്മുടെ കൂടെ പ്രവർത്തിച്ചു വരുന്ന ഒരു വിഭാഗമാണ് സെയിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അഥവാ ഓഡിറ്റേഴ്സ്. അവരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഇഴയടുപ്പ് ആണ് ഓരോ ഓഫീസിലെയും ഫയലുകളുടെ നീക്കം വേഗത്തിലാക്കുന്നത് എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. സെയിൽ ടാക്സ് പ്രാക്ടീഷണർമാരുടെ പ്രതിനിധിയായി നമ്മളോടൊപ്പം ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ളത് ശ്രീ പ്രമോദാണ്. ശ്രീ പ്രമോദിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഹലോ, ബഹുമാനപ്പെട്ട സമന്വയയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രക്ഷാധികാരി രാജേഷ് സാർ, ജോയിൻറ്റ് കമ്മീഷണർ അപ്പീൽസ് അഭിലാഷ് സാർ, മുൻ വാണിജ്യ നികുതി വകുപ്പ് റിട്ടയർഡ് ഓഫീസർ ബഹുമാനപ്പെട്ട സേനൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അംഗങ്ങൾ, സദസ്സിലിരിക്കുന്ന മുൻ റിട്ടയർഡ് ഓഫീസർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, നിലവിൽ സർവീസിൽ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഓഫീസർമാർക്കും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയായി വന്ന എൻ്റെ നമസ്കാരം. 2004 എനിക്ക് GST സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ലൈസൻസിന് വേണ്ടി ഞാൻ വാണിജ്യ നികുതി വകുപ്പിൽ വന്നപ്പോൾ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ വിജയൻ സാർ ആയിരുന്നു. വിജയൻ സാർ അടുത്ത് ഇങ്ങനെ ലൈസൻസിന് വേണ്ടി വന്നപ്പോൾ സാറ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് സാറുടെ ബാക്കിലുള്ള കോളിംഗ് ബെല്ലടിച്ച് നമ്മുടെ അന്നത്തെ മാനേജറായിട്ടുള്ള രാമേന്ദ്രൻ സാറെ വിളിച്ചു വരുത്തി. ആക്ട് ബുക്കിൽ നിന്നും നമുക്ക് GST പ്രാക്ടീഷണറുടെ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു, ആക്ട് ബുക്കിൽ നിന്നും അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രമോദ്, ഇത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് വരൂ, ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് ലൈസൻസ് തരാം, 1-2 പേര് ആവട്ടെ, അത് നമുക്ക് ലൈസൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2004-2005 കാലഘട്ടത്തിലാണ് എനിക്ക് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറുടെ ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ലൈസൻസ് കിട്ടി, ഫയൽസൊന്നുമില്ല, വ്യാപാരികളെയൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ഓഫീസർമാരെ അറിയില്ല. നികുതി വകുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭീതിയോടുകൂടി കാണുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അന്ന്. എല്ലാവരും ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു നോട്ടീസ് എനിക്ക് തന്നത്, ഞാൻ ആദ്യമായിട്ട് ഹിയറിങ്ങിന് പോയതും നമ്മുടെ ഇപ്പോൾ ഉള്ള സേനൻ സാറുടെ മുമ്പിലായിരുന്നു. ആദ്യത്തെ ഒരു നോട്ടീസ് കിട്ടിയതും ഹിയറിംഗ് അറ്റൻഡ് ചെയ്തതും ഞാൻ ബഹുമാനപ്പെട്ട സേനൻ സാറുടെ മുമ്പിലായിരുന്നു. സേനൻ സാറുടെ അടുത്ത് പോയി ഞാനിങ്ങനെ STP ആണെന്ന് പറഞ്ഞു. സാറ് നോട്ടീസ് കിട്ടി, ഫയലെടുക്കാൻ പറഞ്ഞു. അതിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാറത്ത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ സാറവിടെ നിർദ്ദേശപ്രകാരം
ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ എടുക്കപ്പെടുന്നത് പറഞ്ഞ് നമ്മളിതെല്ലാം കണക്കെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ സമന്വയത്തിൻ്റെ ഈ ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പ്രേംകുമാർ സാർ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പ്രേംകുമാർ സാറിനും GST വകുപ്പ് അധികൃതർക്കും എൻ്റെ പേരിലും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇന്നത്തെ GSTയുടെ ഈ കാലത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വ്യാപാരികളും ഞങ്ങളെപ്പോലുള്ള പ്രാക്ടീഷണർമാരും വളരെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കി തന്ന സമന്വയർക്കും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും, കൂടാതെ ഇന്ന് നമ്മൾ ഇവിടെ പ്രകാശിപ്പിക്കുന്ന സൊവനിയർക്കും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ പേരിലും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ നമ്മുടെ വാർഷികാഘോഷം നടത്തുന്നു, സുവനീർ പുറത്തിറക്കുന്നു, സ്പോർട്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നു, പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം നമ്മൾ ഓരോ സബ് കമ്മിറ്റികളായി തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഓരോ കൺവീനർമാരെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ പരിസമാപ്തി എന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു വാർഷികാഘോഷം ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഒരു വാർഷികാഘോഷം നടത്തുക എന്ന് പറഞ്ഞാൽ പൊതുവായി നമ്മുടെ രാവിലെ തുടങ്ങിയ ചെണ്ടമേളവും ആരവത്തിൽ തുടങ്ങി അവസാന കൊട്ടിക്കലാശം വരെ പോകുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നതിൽ പുറകിൽ പ്രവർത്തിക്കുന്ന, അതിൽ വിയർപ്പൊഴുക്കുന്ന, ത്യാഗം സഹിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? നമ്മുടെ ഒരു സുവനീർ പ്രകാശനം അതുപോലെ ഒരു കഠിനമേറിയ ഒരു പരീക്ഷണം ആയിരുന്നു. അത് ജീവനക്കാരിൽ നിന്ന് സൃഷ്ടികൾ ക്ഷണിക്കുക, കൂടാതെ ടാക്സ് പ്രാക്ടീഷണർമാർ നമ്മളുടെ ഒരു 3 നിയമത്തിലൂടെ കടന്നു പോയവരാണ് എല്ലാവരും. സ്റ്റേറ്റ് GST, VAT, ഇപ്പോൾ GST. ഈ 3 നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രാക്ടീഷണർമാരുടെയും വ്യാപാരി സമൂഹത്തിൻ്റെയും ആശങ്കകളും പ്രതീക്ഷകളും അനുഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സുവനീർ അതും കൂടി ഉൾക്കൊള്ളിക്കൊണ്ടാണ് നമ്മൾ ഇത് സുവനീർ പ്രോഗ്രഷൻ തന്നെ. അതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തി, അവരുടെ പേര് പരാമർശിക്കാതെ വയ്യ, ശ്രീ ബുഷറ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലറിക്കൽ അറ്റൻഡറാണ്, എഴുത്തുകാരിയാണ്, നല്ലൊരു സഹൃദയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ആ സുവനീർ കമ്മിറ്റിയുടെ കൺവീനറും ബുഷറയും അവർ ചേരുന്ന ഒരു സംഘമാണ് അതിമനോഹരമായ ഒരു സുവനീർ ഇന്നിറക്കാൻ നമുക്ക് പ്രാപ്തമാക്കിയത്. ബുഷറയെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും അവരർഹിക്കുന്ന ആദരവോടുകൂടി ഉപചാര വാക്കുകളൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരുപാട് കലാ സാംസ്കാരിക രംഗത്ത് പ്രഗത്ഭരായവരെ സൃഷ്ടിച്ചതാണ് പാലക്കാട് ജില്ല. അതുപോലെ കഴിവുള്ളവർ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒട്ടനവധി വന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് അവരുടെ കഴിവുകളെ കണ്ടെടുക്കാനോ അതിനെ നമ്മളുടെ വകുപ്പിൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല. അവർ തന്നെ സിവിൽ സർവീസിൻ്റെ നൂലാമാലകളിൽ പെട്ടുപോയിട്ടും അല്ലെങ്കിൽ ഘടികാര സൂചികളുടെ സമയക്രമം അനുസരിച്ചിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനിടയിലും ബോധപൂർവം മറന്നുപോയിട്ടുണ്ടാവാം. ഇനി ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. അത് ആരെഴുതിയ ക്യാപ്ഷനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ
സമന്വയ എന്നൊരു സംഘടനയുടെ രൂപീകരണത്തിന് ഇതല്ലാതെ മറ്റൊരു ക്യാപ്ഷൻ എനിക്ക് പറയാൻ വയ്യ. അഭിലാഷ് സാർ തെളിച്ചിട്ട വഴിയിലൂടെ നമ്മളിതിങ്ങനെ 3-ാം വർഷത്തിലേക്ക് വളരെ വിജയകരമായി ആഹ്ലാദ ആരവങ്ങളോടെ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ സംഘാടക സമിതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടാൻ ആത്മവിശ്വാസമില്ലാത്ത ആളുകളെ പോലും നമ്മളിങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പാട്ട് പാടിച്ച് കയ്യടി നേടുന്ന ആ അത്ഭുത പ്രതിഭാസത്തിൻ്റെ പേരാണ് ഇപ്പോൾ സമന്വയ എന്ന് ഞാൻ നിസ്സംശയം പറയും. മുൻ വർഷങ്ങളിലൊന്നും എനിക്ക് സമന്വയയുടെ സംഘടനയിൽ അത്രയധികം സജീവമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം സോനീറിൻ്റെ ഒരിത് കൊണ്ടാണ് ഞാൻ സംഘടനയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഘടന എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ഉണ്ടാവണതല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൽ സംഘാടകർ ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉറക്കമൊഴിച്ചിട്ടുള്ളതും അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയേണ്ടതായ നിമിഷങ്ങളെ മാറ്റിവെച്ചിട്ടുള്ളതും എല്ലാ സമയങ്ങളും ഈ സംഘടനയിലേക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഈ പരിപാടിനെ എത്രയും ഭംഗിയാക്കി ഇത്രയും മനോഹരമാക്കിയിട്ട് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും എത്ര അഭിനന്ദിക്കാനും നമുക്ക് മതിയാവില്ല. അവർക്ക് ആശംസകൾ എന്നൊരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. പക്ഷേ അവരുടെ ആ കഴിവിനെ ആശംസകൾ എന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനും വയ്യ. വിമർശനങ്ങൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ അതിജീവിക്കുകയും ചെയ്യും. എല്ലാവർക്കും എല്ലാത്തിനും ആശംസകൾ. നമ്മുടെ സമന്വയ കുടുംബസംഗമം വാർഷികാഘോഷം ഈ ചിന്തകളൊക്കെ ആശയം ഉരുത്തിരിഞ്ഞു വന്നതിൽ പ്രധാനിയായ മറ്റൊരാൾ കൂടിയുണ്ട്. ജീവനക്കാർക്ക് അവരുടെ രാഷ്ട്രീയവും മതവും കേഡറും മറന്നൊന്നിക്കാൻ ഒരു വേദി വേണം എന്ന ചിന്ത ഇവിടെ ഉത്ഭവ സ്ഥാനത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സുപ്രധാന പേരാണ് നമ്മുടെ പ്രേംകുമാർ സാറിൻ്റേത്. ഈ ഇമ്പം 24 മെയ് മാസം നടന്നില്ലെങ്കിൽ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ലിസ്റ്റിൽ പെടേണ്ട ആൾ കൂടിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഈ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ സമന്വയയുടെ തുടക്കം മുതൽ അതിൻ്റെ ആവിർഭാവം മുതൽ ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാ രീതിയിലും കയ്യും മെയ്യും മറന്ന് എന്ന് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പുറകെ നിന്ന വ്യക്തിയാണ് പ്രേംകുമാർ സാർ. ഈ മാസം 31-ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് സമുചിതമായ ഒരു യാത്രയയപ്പ് ഈ ഇമ്പം 24-നപ്പുറം കൊടുക്കാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. അധ്യക്ഷനും പ്രിയ സുഹൃത്തുമായ പത്മനാഭൻ, നമ്മുടെ സമന്വയയുടെ രക്ഷാധികാരി കൂടിയായ ജോയിൻറ്റ് കമ്മീഷണർ രാജേഷ് സാർ, ആദ്യത്തെ രക്ഷാധികാരി അഭിലാഷ് സാർ, തൃശ്ശൂർ ജോയിൻറ്റ് കമ്മീഷണർ, അതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ചവരെ പ്രതികരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സേനൻ സാർ, STPമാരെ പ്രതികരിച്ച് പ്രമോദ്, അതുപോലെ നമ്മുടെ സ്പോർട്സ് കമ്മിറ്റി കൺവീനർ റഫീഖ്, സുവനീർ കമ്മിറ്റി കൺവീനറും എഡിറ്ററുമായ രവീന്ദ്രൻ, അതുപോലെ ബുഷ്ര, നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണറും നമ്മുടെ സമന്വയയുടെ ട്രഷററുമായ ഗീത, നന്ദി പറയുന്നതിനായിട്ട് ഇവിടെ വേദിയിലിരിക്കുന്ന പ്രകാശ്, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമന്വയയുടെ ഈ വേദിയിൽ നിന്ന് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ഒരിക്കൽ കൂടി പറയുകയാണ്. പത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ചു, വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ സംഘടിപ്പിക്കുന്നത്. ഒരു
10 പേരെ ഒരുമിച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസകരമായ ജോലിയാണ്. അപ്പോൾ ഇതുപോലെ മുഴുവൻ ജീവനക്കാരെയും കൂടെ കൂട്ടിച്ചേർത്ത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ പ്രവർത്തനമാണ്. അതിനുവേണ്ടി ഈ ഒരാഴ്ചയായിട്ട് വിവിധ കമ്മിറ്റികൾ, ഫുഡ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, മറ്റ് കമ്മിറ്റികൾ എല്ലാം കഠിനാധ്വാനം ചെയ്യാണ്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഇവിടെ പരാമർശിച്ച വിദ്യ. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ 1 മാസമായിട്ടാണ് വിദ്യ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യയുടെ ഒരു ടീമും ഉണ്ട്. അതുപോലെ റിസപ്ഷൻ കമ്മിറ്റി സുജ നയിക്കുന്നു, ഫുഡ് കമ്മിറ്റി ഷിനു നയിക്കുന്നു. എല്ലാവരും വളരെ കടുത്ത പ്രയത്നമാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചിലരൊക്കെ വേദിയിലുണ്ട്. അവരെയൊന്നും ഈ അവസരത്തിൽ എടുത്തു പറയുന്നില്ല, സമയപരിധിയുണ്ട്. എല്ലാവർക്കും, കൂടിയ മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്ത വർഷം നമ്മളിപ്പം ആരവം ഇമ്പം, അടുത്ത വർഷവും നമുക്ക് ഈയിൽ തുടങ്ങുന്ന ഒരു പേരിൽ ഒരു പുതിയ പരിപാടി ഇവിടെ തന്നെ നടത്താൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സുഹൃത്തുക്കൾ ഉറപ്പ് പറയുന്നത്. അതുകൊണ്ട് അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി സോനിയർ പ്രകാശനം ചെയ്യുന്നതിനും 2 വാക്ക് സംസാരിക്കുന്നതിനുമായി സോനിയർ കമ്മിറ്റി കൺവീനറും എഡിറ്ററുമായ ശ്രീ രവീന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, നേരത്തെ രാജേഷ് സാറും പത്മനാഭൻ സാറും ഒക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നത് KGSൻ്റെ ഒരു KG ശങ്കരപിള്ളയുടെ ഒരു കവിതയുണ്ട്. വളരെ ചെറിയ 2 വരികളാണ്. ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ, അത്രയേ ഉള്ളൂ. എന്നെ തന്നെ എന്ന ആ ഒരു കാര്യം കഴിയുന്നില്ലല്ലോ എന്നത് സ്വാർത്ഥതയുടെ, അവനവനിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ അവസാന വാക്കായി നിൽക്കുന്ന ഒരു കവിതാശകലാണ് KGSൻ്റേത്. അങ്ങനെ അവനവനിലേക്ക് ഒതുങ്ങാതെ അവനവനെ ഒന്ന് കടന്നു കിട്ടുക. അവനവൻ കടമ്പ എന്ന് കാവാലത്തിൻ്റെ ഏറ്റൊരു നാടകമുണ്ട്. അവനവനെ ഒന്ന് കടന്നു കിട്ടുക, അവനവൻ്റെ ഊന്നലുകളിൽ നിന്ന്, അവനവൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ഒന്ന് കടന്നു കിട്ടുകയും അപരനിലേക്കൊന്ന് വ്യാപരിക്കുകയും അവനെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഏതേത് സന്ദർഭങ്ങളുണ്ടോ അതത് സന്ദർഭങ്ങളിൽ നമുക്ക് മാനവികതയുടെയും കൂട്ടായ്മയുടെയും ഇമ്പം രൂപപ്പെടും. ആ ഇമ്പം സ്വാഭാവികമായും ഒരു ദിവസത്തെ ആഘോഷാവസരം മാത്രമാക്കി ചുരുക്കാതെ ഒരല്പം കൂടി കടന്ന് കുറച്ച് കാലത്തേക്ക് കൂടി വ്യാപരിക്കുന്ന തരത്തിൽ ആക്കി തീർക്കാനുള്ളൊരു ശ്രമം ആണ് ഇത്തവണ സമന്വയ കമ്മിറ്റി അതിൻ്റെ സോനിയർ ശ്രമത്തിലൂടെ നടത്തിയത്. തീർച്ചയായും ജീവനക്കാരുടെ സർഗസൃഷ്ടികൾ അതിലുണ്ട്. പക്ഷേ ജീവനക്കാരുടെ സർഗസൃഷ്ടികൾ കൂട്ടിത്തുന്നുന്ന ഒരു ഏർപ്പാട് മാത്രമായി അതിനെ ഒതുക്കരുത് എന്നാണ് ആ സോനിയർ കമ്മിറ്റിയുടെ ആലോചനകളിൽ ആദ്യം തന്നെ കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പാലക്കാട് ഇത് ആദ്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ നികുതി വകുപ്പിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ പരിണാമഗതികളും രേഖപ്പെടുത്തുന്ന ഒന്നുകൂടിയായി അതിനെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം അതിൻ്റെ കമ്മിറ്റി നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ ടാക്സ് ഫ്രട്ടേണിറ്റിയിലുള്ള, ടാക്സിൻ്റെ സാഹോദര്യത്തിലുള്ള വ്യാപാരികളിൽ പ്രമുഖരെ നമ്മളൊന്ന് കൂട്ടിയിരുത്താൻ ശ്രമിച്ചു. അവരുടെ ഒരു കൂട്ടായ്മയുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തത് രേഖപ്പെടുത്തി നമ്മുടെ സോനിയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. മികച്ച മുതിർന്ന ടാക്സ് പ്രാക്ടീഷണർമാരെ ഒന്ന് കൂട്ടിയിരുത്തി അവരുടെ അഭിപ്രായഗതികളെയും ആലോചനകളെയും നമ്മുടെ രേഖപ്പെടുത്തി സോനിയറിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. നമ്മുടെ വകുപ്പിലെ തന്നെ ജീവനക്കാരുടെ പുതുതലമുറ എങ്ങനെയാണ് നമ്മുടെ വകുപ്പിനെ കാണുന്നത്, ആ വകുപ്പിൻ്റെ പുതിയ തലത്തിലേക്കുള്ള മാറ്റം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന അവരിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. കൂടാതെ
നമുക്കൊക്കെ ഒരുപക്ഷെ വളരെ സാധാരണമെന്ന് തോന്നാവുന്ന പക്ഷേ അസാധാരണമായ ഔദ്യോഗിക ജീവിതം നയിച്ചു വന്നിട്ടുള്ള, ഔദ്യോഗിക ജീവിതത്തോടൊപ്പം നിന്നിട്ടുള്ള, അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽകൃതർ എന്ന് പൊതുവെ നമ്മൾ പറയുന്ന നമ്മുടെ ഓഫീസിൻ്റെ ഇടനാഴികളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഒതുങ്ങി നിൽക്കുന്ന പാർട്ട് ടൈം സ്വീപ്പർമാർ, ചായ കൊണ്ടുവരുന്ന ബിന്ദു ചേച്ചിയെ പോലുള്ള ആൾക്കാർ, അവരെയൊക്കെ കണ്ടുകൊണ്ട് മാണിക്കേട്ടനെ പോലെ ഏത് ഫയലും എവിടെയും കണ്ടെത്തി എടുക്കാൻ കഴിയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം നടന്ന മാണിക്കേട്ടനെ പോലെയുള്ള ആൾക്കാർ, അവരെയൊക്കെ കണ്ട് അവരുടെ അനുഭവങ്ങൾ പകർത്താൻ നമ്മൾ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും നമ്മുടെ വകുപ്പിലെ കമ്മീഷണർമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും അനുഭവങ്ങളെ പകർത്താൻ അവരിൽ നിന്ന് സൃഷ്ടികൾ ക്ഷണിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള സൃഷ്ടികൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ സുവനീർ നമുക്ക് ഇപ്പോൾ പൂർണ്ണമായി രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എളുപ്പം സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം നമ്മളിത് തുടങ്ങിയ സമയത്ത് ആണ് ഇലക്ഷൻ, അപ്പോഴാണ് 18-19 അഡ്ജുഡിക്കേഷൻ, അത് കഴിഞ്ഞപ്പോഴാണ് 19-20 അഡ്ജുഡിക്കേഷൻ, അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവനക്കാരെല്ലാവരും പലതരത്തിൽ വിന്യസിക്കപ്പെട്ടത്. അങ്ങനെ പല തടസ്സങ്ങൾക്കിടയിലൂടെ നമുക്ക് വഴികൾ കണ്ടെത്താത്തപ്പോൾ തടസ്സങ്ങളുണ്ട് എന്നല്ല, തടസ്സങ്ങൾക്കിടയിൽ വഴികളുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിച്ച ഒരു വലിയ സംഘം സുവനീർ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. പ്രകാശിനെ പോലെ, KP രാജേഷിനെ പോലെ ഇതിൻ്റെ ഓരോ തലത്തിലും വളരെ സജീവമായി ഇടപെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുവനീർ ഇപ്പോൾ ഇന്നിവിടെ മുന്നോട്ട് വരുന്നത്. നമുക്ക് ആ സുവനീറിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് നൊങ്ക് എന്നാണ്. നൊങ്ക് എന്നത് ഒരു സാധാരണ ഫലമല്ല. പാലക്കാടിൻ്റെ വലിയ പരിശ്രമത്തോടുകൂടി മാത്രം കൈവരാവുന്നൊരു മധുരാണത്. നമുക്കറിയാം, കരിമനയുടെ മുകളിൽ നിന്ന് ഒരു നൊങ്ക് ആ പ്രായത്തിൽ കിട്ടൽ എളുപ്പമല്ല. അതിന് വലിയ ശ്രമം വേണം. അടർന്നു വീഴുന്ന കരിമ്പന തേങ്ങ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടില്ല മറ്റൊരു കരിമ്പന ആവാതെ. അങ്ങനെ കിട്ടേണ്ടുന്ന ഒരു മധുരമായി, ഒരു പളുങ്ക് പോലുള്ള ഒരു മധുരമായി ഇതിനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിന് വലിയ ആദരവോടുകൂടി നന്ദി പറയേണ്ടത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി തന്ന ആശംസയോടാണ്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി നികുതി വകുപ്പിൻ്റെ ഈ സമാഹരണ ശ്രമങ്ങളെയും നമ്മുടെ സുവനീറിൻ്റെയും നമ്മുടെ സമന്വയെയും ആശംസിച്ചുകൊണ്ട് നമുക്കൊരു ആശംസാ സന്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ ബഹുമാന്യായ ധനകാര്യമന്ത്രി നമുക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യായ കമ്മീഷണർ നമുക്ക് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. വിവിധ ആളുകൾ നമ്മളോട് കൂടിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരെയും പരസ്യം നൽകിയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ കൃതജ്ഞത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പൂർണ്ണമാണ് എന്ന് വിചാരിക്കുന്നില്ല. അവസാന നിമിഷം കൂട്ടിച്ചേർക്കേണ്ട ചില സംഗതികൾ കൂടി വന്നതുകൊണ്ട് ഇത് പൂർണ്ണമായി പ്രിൻ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനുള്ള അല്പം കൂടി സാവകാശം സുവനീർ കമ്മിറ്റിക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒരു പിഴവിൽ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ എഴുത്തിലെ എത്ര അപൂർണമാണെങ്കിലും അത് പൂർണ്ണമാക്കി തീർക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ വായന കൊണ്ടും നമ്മുടെ ആലോചനകൾ കൊണ്ടും നമ്മളുടെ പരസ്പരം പങ്കുവയ്ക്കൽ കൊണ്ടും ഇത്തരത്തിലുള്ള കൂടിയിരിപ്പുകൾ കൊണ്ടും കൂടിയാണ് എന്നുകൂടി ഓർത്തുകൊണ്ട് ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലിയെ പരിഭാഷപ്പെടുത്തിയ ഒരു വിധമുണ്ട്. ഗീതാഞ്ജലി ഒരു പക്ഷേ അത് അത്ര കണ്ടിട്ടുണ്ടാവില്ല. ഈ ജീവിതത്തിൻ്റെ പൂജ പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്ന് ഗീതാഞ്ജലിയിൽ ടാഗോറിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ശങ്കരക്കുറുപ്പ് പറയുന്നുണ്ട്. അതുപോലെ എത്ര കണ്ട് അപൂർണമാണെങ്കിലും ഒട്ടും വ്യർത്ഥമാവാത്ത ഈ പരിശ്രമത്തെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി രാജേഷ് സാറിനെയും അഭിലാഷ് സാറിനെയും സംയുക്തമായി ക്ഷണിക്കുന്നു. രാജേഷ് സാർ അഭിലാഷ് സാറിന് അത് കൈമാറിക്കൊണ്ട് ഈ പ്രകാശനം പൂർത്തീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.